ബാത്റൂംസ് വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിന് മുമ്പ് തറൻ്റെ കൽ ഇതേപോലെ ബാത്റൂമിൻ്റെ അകത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചിപ്പ് ചെയ്ത് നേരെയാക്കണം. ചില ബാത്റൂമിൽ പ്ലിന്തി ബീമിൻ്റെ ചില ഭാഗങ്ങൾ അകത്തോട്ട് തള്ളി നിൽക്കുന്നതായിട്ട് കാണാം, അതും ചിപ്പ് ചെയ്ത് നേരെയാക്കണം. ഇത് പോളിമർ മോഡിഫയർ മോട്ടാർ ഉപയോഗിച്ചിട്ടാണ് റിപ്പയർ ചെയ്യുക. അതായത് സിമെൻറ്റും മണലും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിൽ SBR ചേർക്കണം. നോർമലി 10 കിലോ സിമെൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ 1 ലിറ്റർ SBR ആണ് ചേർക്കുക. അതേപോലെ നമ്മൾ ഗ്രൗട്ട് മിക്സ് ചെയ്യുന്നതിലും 50% SBR ചേർക്കണം. നമ്മൾ SBR മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ SBR മിക്സ് ചെയ്ത ഗ്രൗട്ട് നമ്മൾ നല്ല രീതിയിൽ അടിച്ച് പിടിപ്പിച്ച് അതിനുശേഷമാണ് നമ്മൾ പോളിമർ മോഡിഫയർ മോട്ടാർ ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്യുന്നത്. ഇത് നല്ല രീതിയിൽ കോൽ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. അതായത് അതിൻ്റെ തൂക്ക് കറക്റ്റായിരിക്കണം. നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ കോർണറും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടൈൽസ് വെക്കുന്നവർക്ക് ഇത് വളരെ എളുപ്പമാണ്. ഇത് 3 ദിവസം ഉണങ്ങിയ ശേഷമാണ് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ് അടിക്കുന്നത്. ഷവറിൻ്റെ അടുത്ത് ഒരു 5 ഫീറ്റ് ഹൈറ്റ് വരെ അടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയയിലൊക്കെ 2 ഫീറ്റ് ഹൈറ്റ് വരെയാണ്. 45 GSM ഫൈബർ ഗ്ലാസ് മെഷ് നമ്മൾ എല്ലാ കോർണറിലും ആദ്യം ഫിക്സ് ചെയ്യുന്നുണ്ട്. ഒരു കോട്ട് അടിച്ച് അവിടെ ഫൈബർ ഗ്ലാസ് മെഷ് വെച്ച് വീണ്ടും ഒരു കോട്ട് അടിക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ആദ്യം എല്ലാ കോർണറിലും ഫൈബർ ഗ്ലാസ് മെഷ് ഫിക്സ് ചെയ്യും. എല്ലാ കോർണറിലും നമ്മൾ ഫൈബർ ഗ്ലാസ് മെഷ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഫ്ലോറിൽ അടിക്കുന്നത്. ഇപ്പോൾ ഫ്ലോർ മുഴുവനായിട്ട് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ് അടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു ദിവസം ഉണങ്ങിയ ശേഷം പിറ്റേന്നാണ് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് കോട്ട് അടിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.